ഏവർക്കും തിങ്ക് ടോണിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ 8th സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററായ കെമിസ്ട്രി ഓഫ് ചേഞ്ചസ്, മാറ്റങ്ങളുടെ രസതന്ത്രം, അതിൻ്റെ 3ാമത്തെ ഭാഗമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ 2 ഭാഗം കാണാത്തവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ ആദ്യത്തെ 2 ഭാഗത്തിലായിട്ട് ഹീറ്റ് എനർജി അബ്സോർവ് ചെയ്യുന്നതും ലിബറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പഠിച്ചായിരുന്നു. അതുപോലെ തന്നെ ലൈറ്റ് എനർജി അബ്സോർവ് ചെയ്യുകയും ലിബറേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിനെ കുറിച്ച് പഠിച്ചായിരുന്നു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് നോക്കാം. എന്താണ് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ, വൈദ്യുത രാസപ്രവർത്തനങ്ങൾ. അതുപോലെ തന്നെ വൈദ്യുത എനർജി അബ്സോർവ് ചെയ്യുന്നതിനെ ലിബറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കൂ, ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഇതെന്താണ്? ലുക്ക് അറ്റ് ദ ഫിഗർ ഗിവൺ. ആർ യു ഫെമിലിയർ വിത്ത് ദീസ് ഒബ്ജെക്ട്സ്? നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്? നമ്മൾ ബാറ്ററി എന്ന് പറയും അല്ലേ? ദേ ആർ നോൺ ആസ് ഡ്രൈ സെൽസ്. ഇവെന്താണ്? ഡ്രൈ സെൽസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇവയുടെ ഉപയോഗം എന്താണ്? ഇവയുടെ ഉപയോഗം? നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? ബാറ്ററി ഒരുപാട് ടോയ്സുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ക്ലോക്കിൽ, റേഡിയോസ് ആൻഡ് റിമോട്ട് കൺട്രോൾ, ഫ്ലാഷ് ലൈറ്റ്, അങ്ങനെ ഒത്തിരി എണ്ണത്തിൽ നമ്മൾ ഈ ബാറ്ററീസ് ഉപയോഗിക്കുന്നു. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇത് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. അവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഡ്രൈ സെൽ ബാറ്ററി എന്ന് നമ്മൾ ബാറ്ററി പറയും, പക്ഷെ ശരിക്കും അത് ഡ്രൈ സെൽസ് ആണ്. ഓക്കെ, നോക്ക്. വാട്ട് ആർ ദ പാർട്സ് ഓഫ് ദ ഡ്രൈ സെൽ? ഇനി ആ ഡ്രൈ സെല്ലിന്റെ പാർട്സ് ആണ് നോക്കാനുള്ളത്. നോക്കുക എന്താണെന്ന്. ഇവിടെ ഏറ്റവും താഴെ കൊടുത്തിട്ടുള്ള സിങ്ക് കണ്ടെയ്നർ. ഇതൊരു സിങ്ക് കണ്ടെയ്നറിനകത്താണ് ഈ കാര്യങ്ങളെല്ലാം വരുന്നത്. ഇതിൽ ഏറ്റവും താഴ്ഭാഗം ഇത് നെഗറ്റീവ് ടെർമിനൽ എന്ന് അറിയപ്പെടും. നമ്മൾ ബാറ്ററി എടുക്കുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് എഴുതിയിരിക്കും. ഏറ്റവും താഴ്ഭാഗമുള്ള ഭാഗം എന്തോന്നാണ്? നെഗറ്റീവ് ടെർമിനലായിട്ടും ഏറ്റവും മുകളിൽ അവിടെ ഇത് പോസിറ്റീവ് ടെർമിനലായിട്ടും അറിയപ്പെടും. എന്തോന്നാണ്? പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും. ഇതൊരു സിങ്ക് പാത്രത്തിനകത്താണ് എല്ലാം കണ്ടെയ്ൻ ചെയ്ത് വച്ചിരിക്കുന്നത്. പിന്നെ എന്താണ്? ആദ്യത്തെ ഇതിനകത്ത് വന്നിട്ട് അമോണിയം ക്ലോറൈഡ് പേസ്റ്റ്, ഇത് പിന്നെ എന്തോന്നാണ്? മഗ്നീഷ്യം ഡയോക്സൈഡ് പ്ലസ് കാർബൺ പൗഡർ. ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു പേസ്റ്റ് രൂപത്തിലാണ് വരുന്നത്. അമോണിയം ക്ലോറൈഡും മഗ്നീഷ്യം ഡയോക്സൈഡും കാർബൺ പൗഡർ ഇതെല്ലാം കൂടെ ചേർന്ന് ഇതിനകം ഒരു രൂപത്തിലാണ് കാണപ്പെടുന്നത്. ഇനി നടുക്കൊരു കാർബൺ റോഡ് ഉണ്ട്. അപ്പൊ ഇതെന്തിനാണ് ഇങ്ങനെ വഹിച്ചിരിക്കുന്നത്? ഇതിലെന്തോന്നാണ്? ഇതെല്ലാത്തിൻ്റെ കൂടെ ഒരു രാസപ്രവർത്തനം നടന്ന് ഇതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഏതൊക്കെ പാർട്സ് എന്ന് മനസ്സിലായ? ഏറ്റവും താഴെ വരുന്നത് സിങ്ക് കണ്ടെയ്നർ പ്ലസ് കാർബൺ പൗഡർ കാണും. പിന്നെ അലുമിനിയം ക്ലോറൈഡ് പേസ്റ്റ് കാണും. പിന്നെ ഏറ്റവും മുകളിൽ പോസിറ്റീവ് ടെർമിനൽ, ഏറ്റവും താഴെ നെഗറ്റീവ് ടെർമിനലും ഉണ്ട്. ഇത് സിങ്ക് കണ്ടെയ്നറിനകത്താണ് ഇതെല്ലാം കൂടെ. Electricity is produced as a result of chemical reaction taking place in a dry cell. ഡ്രൈ സെല്ലിൽ നടക്കുന്ന രാസപ്രവർത്തന ഫലമായി എന്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിന്റെ പ്രവർത്തന ഫലമായിട്ട് എന്തോന്നാണ്? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. In a dry cell, chemical energy is converted into electrical energy. ഇതിലകത്ത് എന്ത് പ്രവർത്തനമാണ് നടക്കുന്നത്? കെമിക്കൽ എനർജി എന്തുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഡ്രൈ സെല്ലിൽ രാസോർജം എന്തോന്നായി മാറുന്നു? വൈദ്യുതോർജമായി മാറുന്നു. കെമിക്കൽ പ്രവർത്തനങ്ങൾ എല്ലാം കൂടെ ചേർന്ന് എന്തോന്നാണ്? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞില്ലേ, അതാണ്. In a dry cell, chemical energy is converted into electrical energy. ഡ്രൈ സെല്ലിൽ രാസോർജം വൈദ്യുതോർജമായി മാറുന്നു. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത് നോക്കൂ, ഒരു എക്സ്പെരിമെന്റ് ആണ് വൈദ്യുതോർജ ആകിരണം ചെയ്തുള്ള ഒരു പ്രവർത്തനം. നോക്കാം നമുക്ക്. ഇവിടെ ഒരു പിക്ചർ തന്നിരിക്കുന്നത് കണ്ട. ഇതില് ടേക്ക് സം കോൺസെൻട്രേറ്റഡ് സാൾട്ട് സൊല്യൂഷൻ. സോഡിയം ക്ലോറൈഡ് എടുക്കാനാണ്. ഒരു ബീക്കറിൽ ഗാഢ ഉപ്പ് ലായനി സോഡിയം ക്ലോറൈഡ് എടുക്കാനാണ്. ഉപ്പ് ലായനി ഇതിവിടെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരു പിങ്ക് നിറമാണ് കാണുന്നത്. ഉപ്പ് ലായനിക്ക് പിങ്ക് നിറം വല്ലതും ഉണ്ടോ? ഇല്ല. നമ്മൾ നോർമൽ
ഉപ്പ് നമ്മൾ കലക്കുകയാണെങ്കിൽ അതെന്തോന്നാണ്, അതിന് കളറൊന്നുമില്ല. ആഡ് 3 or 4 drops of phenolphthalein in it. അതിൽ 3-4 തുള്ളി ഫിനോഫ്തലിൻ ചേർക്കുക. അപ്പോൾ സാൾട്ട് സൊല്യൂഷൻ, അതായത് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ എടുത്തിട്ട് അതിനകത്തോട്ട് എന്തോന്ന് ആഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്, ഫിനോഫ്തലിൻ ആഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ഡിപ്പ് ദ എൻഡ് ഓഫ് ദ കോപ്പർ വയേഴ്സ് കണക്റ്റഡ് ദ ബോത്ത് ദ ടെർമിനൽ ഓഫ് എ ബാറ്ററി ഇൻ ടു ദ സൊല്യൂഷൻ. ഒരു ബാറ്ററിയുടെ ഇരു ധ്രുവങ്ങളുമായി ബന്ധിപ്പിച്ച ചെമ്പ് കമ്പിയുടെ അഗ്രങ്ങൾ ലായനിയിൽ മുക്കിവെക്കുക. കണ്ട, ഇവിടെ ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ബാറ്ററി ഇത് പോസിറ്റീവ് നെഗറ്റീവ് ചേർന്ന് വരുമ്പോൾ ഒരു ബാറ്ററി, വീണ്ടും പോസിറ്റീവ് നെഗറ്റീവ്, ഒരു സൈഡ് നെഗറ്റീവ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു, ഒരു സൈഡ് പോസിറ്റീവ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഈ കൊടുത്തിരിക്കുന്നത് സ്വിച്ച് ആണ്. ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ കൊടുത്തിരിക്കുന്നില്ലേ, അത് സ്വിച്ച് ആണ്. അപ്പൊ കണക്ട് ചെയ്ത് ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്ത ചെമ്പ് കമ്പി ഇതുമായിട്ട് ലായനിയിൽ മുക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തോ സംഭവിക്കും, ഇവിടെ ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ട്. എന്താണ് നടക്കുന്നത്? സോഡിയം ക്ലോറൈഡ് എന്തോന്നായി മാറും? സോഡിയം ഹൈഡ്രോക്സൈഡായി മാറും. സോഡിയം ഹൈഡ്രോക്സൈഡായി മാറും. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് എന്തോന്നാണ്? ഒരു ആൽക്കലിയാണ്. ഈ ആൽക്കലി ഫിനോഫ്തലിനും കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്കാണ് ഇവിടെ ഈ പിങ്ക് കളറ് പ്രൊഡ്യൂസ് ആവുന്നത്. കെമിക്കൽ റിയാക്ഷൻ അവിടെ നടക്കുമ്പോഴത്തേക്കാണ് പിങ്ക് കളറ് ഉണ്ടാകുന്നത്. എന്താണ് കാരണം? അവിടെ വൈദ്യുതി കടന്നുപോയി. ഇലക്ട്രിസിറ്റിയുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ സോഡിയം ക്ലോറൈഡ് വിഘടിച്ച് സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറിയത്. അങ്ങനെയാണ് അതിന് പിങ്ക് നിറം ഉണ്ടായത്. ഓക്കെ, മനസ്സിലായ? അപ്പോൾ എന്താണ്, വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? നമ്മൾ എന്താണ് കണ്ടത്? വിച്ച് കോമ്പണൻസ് പ്രസന്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ പിങ്ക് കളർ. പിങ്ക് കളർ വരാൻ കാര്യം എന്തോന്നാണ്? അതിന്റെ ആൻസർ ഇത് ഇവിടെ തന്നെ ഉണ്ട്. ഇത് ക്വസ്റ്റ്യൻ, ഇത് ആൻസർ. വെൻ സോഡിയം ക്ലോറൈഡ് അണ്ടർഗോസ് dissociation, sodium hydroxide is formed as one of the products. സോഡിയം ക്ലോറൈഡ് എന്തോന്നായിട്ട് മാറുകയാണ് ചെയ്യുന്നത്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. ദിസ് ടേൺസ് ടു സൊല്യൂഷൻ പിങ്ക്. അങ്ങനെയാണ് സൊല്യൂഷൻ എന്തോന്ന് കളറായ പിങ്ക് നിറമായത്. പിങ്ക് നിറം സൂചിപ്പിക്കുന്നത് എന്തിന്റെ സാന്നിധ്യത്തെയാണ്? എന്താണ്? സോഡിയം ക്ലോറൈഡ് ലായനിക്ക് വിഘടനം സംഭവിച്ചു സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന ബേസ്. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് എന്തോന്നാണ്? ആൽക്കലിയാണ്. എന്ന ബേസ് ആയി ഉണ്ടാകുന്നു. ഇതാണ് ലായനിക്ക് പിങ്ക് നിറം നൽകിയത്. ഈ പ്രവർത്തനം നടക്കാൻ സഹായിച്ച ഊർജ്ജരൂപം ഏതാണ്? വിച്ച് ഓഫ് ദ എനർജി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ റിയാക്ഷൻ? ഏതാണ്? ഇലക്ട്രിക്കൽ എനർജിയാണ്. ഇതില് ഇലക്ട്രിക്കൽ എനർജി അബ്സോർവ് ചെയ്യുകയാണ് ചെയ്തത്. ഈ കെമിക്കൽ റിയാക്ഷനിൽ എന്താണ് സംഭവിച്ചത്? ഇലക്ട്രിക്കൽ എനർജി അബ്സോർവ് ചെയ്തു. അപ്പൊ 2 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. വിച്ച് കോമ്പണൻസ് ടു പ്രസന്റ് ഇൻ ദ പിങ്ക് നിറത്തിന് കാരണമായത് എന്താണെന്ന്? സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് പ്രവർത്തിച്ചപ്പോൾ എന്ത് നിറമാണ് ഉണ്ടായത്? പിങ്ക് നിറമാണ് ഉണ്ടായത്. വിച്ച് ഫ്രം ദ എനർജി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് റിയാക്ഷൻ? ഈ പ്രവർത്തനത്തിന് സഹായിച്ച എനർജി ഏതാണ്? ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, മനസ്സിലായ? അപ്പോൾ ഒരു ബീക്കറില് ഉപ്പ് ലായനി എടുത്തിട്ട് അതില് 3-4 ഫിനാഫ്തലിൻ തുള്ളി ചേർക്കുക. എന്നിട്ട് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുക. ബാറ്ററി ഒരു ചെമ്പ് കമ്പിയായിട്ട് കണക്ട് ചെയ്ത് ലൈനിലോട്ട് ഇടുമ്പോഴത്തേക്ക് എന്തോന്ന് സംഭവിക്കുന്നു? അവിടെ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവുകയും ഈ സോഡിയം ക്ലോറൈഡ് എന്തായി മാറുകയും ചെയ്യുന്നു? സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറുന്നു. ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് ഫിനോഫ്തലിനായിട്ട് പ്രവർത്തിച്ച് പിങ്ക് നിറം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഇലക്ട്രിക്കൽ എനർജി അബ്സോർവ് ചെയ്യുന്ന പ്രവർത്തനമാണ്, അല്ലെ? വൈദ്യുതോർജം ആഗിരണം ചെയ്യുന്ന പ്രവർത്തനമാണ് നടക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ എന്താ പറയാ നമുക്ക്? ദ പ്രോസസ് ഓഫ് ഡിസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസസ് ബൈ അബ്സോർവിംഗ് ഇലക്ട്രിക് എനർജി ഈസ് നോൺ ആസ് ഇലക്ട്രോളിസിസ്. അപ്പൊ ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? വൈദ്യുതോർജം ആഗിരണം ചെയ്ത് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന രാസപ്രവർത്തനമാണ് വൈദ്യുത വിശ്ലേഷണം അഥവാ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് ഡിസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസസ് ബൈ അബ്സോർവിംഗ് ഇലക്ട്രിക്കൽ എനർജി. വൈദ്യുതോർജം ആഗിരണം ചെയ്ത് പദാർത്ഥം വിഘടിക്കുന്നതിന് എന്തെന്ന് പറയുന്നു?
ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നു. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ഈ ഇലക്ട്രോളിസിസിന് വേറൊരു എക്സാമ്പിൾ ആണ് അടുത്ത് കൊടുത്തിരിക്കുന്നത്. If electricity is passes through water containing a small amount of acid, it dissociate into hydrogen and oxygen. അല്പം ആസിഡ് ചേർത്ത ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതെന്തോന്നായി മാറും? ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വിഘടിക്കുന്നു. വാട്ടർ എന്തോന്ന് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറുന്നു. ആസിഡ് ചേർത്ത ജലത്തിൽ വൈദ്യുതി കടത്തിവിട്ടാൽ എന്തോന്നാണ്? ജലം ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വിഘടിക്കുന്നു. അതായത് വാട്ടർ ഡിസോൾവ്സ് ബൈ അബ്സോർവിങ് ഇലക്ട്രിസിറ്റി. ഇതിൽ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്താണ് ജലം വിഘടിക്കുന്നത്. ഹെൻസ് ദ പ്രോസസ് ഈസ് ഇലക്ട്രോളിസിസ്. ഇത് ഒരു ഇലക്ട്രോളിസിസ് പ്രോസസ് ആണ്. മനസ്സിലായ? അതായത് ഒരു വൈദ്യുത വിശ്ലേഷണ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. മെനി സച്ച് റിയാക്ഷൻസ് ടേക്ക് പ്ലേസ് ബൈ അബ്സോർവിങ് ഇലക്ട്രിസിറ്റി. ഇത്തരത്തിൽ ധാരാളം പ്രവർത്തനങ്ങൾ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത് നടക്കാറുണ്ട്. മനസ്സിലായോ? അത്രയും. അപ്പോ എന്തോന്നാണ്? വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന രാസപ്രവർത്തനമാണ് വൈദ്യുത വിശ്ലേഷണം എന്ന് അറിയപ്പെടുന്നത്. അടുത്ത നോക്ക്. ഹാവിങ് യു സീൻ ഗോൾഡ് കോട്ടഡ് ഓർണമെന്റ് സ്പൂൺസ് ആൻഡ് സിൽവർ കോട്ടഡ് ഡെക്കറേറ്റീവ് മെറ്റീരിയൽസ്. അതായത് സ്വർണം പൂശിയ ആഭരണങ്ങൾ, സ്പൂണുകൾ, വെള്ളി പൂശിയ അലങ്കാര വസ്തുക്കൾ, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? ഹൗ ആർ ദേ പ്രൊഡ്യൂസ്ഡ്? ഇവ നിർമ്മിക്കുന്നത് എങ്ങനെയായിരിക്കും? നോക്കൂ, ഇവിടെ താഴെ ഒരു തന്നിട്ടുണ്ട്. ചെക്ക് ദ ഡയഗ്രാം. നോക്ക് ഇവിടെ. ലെറ്റസ് കോട്ട് കോപ്പർ ഓൺ ആൻ അയൺ ബാങ്കിൽ. ഇവിടെ എന്താണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്? ആ ഒരു പിക്ചറിൽ തന്നിരിക്കുന്നത് നമുക്കൊരു ഇരുമ്പ് വളയിൽ ചെമ്പ് പൂശുന്നത് എങ്ങനെയാണെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇരുമ്പ് വളയിൽ ചെമ്പ് പൂശുന്നത് ഏതിലാണ്? അയൺ ബാങ്കിളിൽ കോപ്പറാണ് പൂശുന്നത്. ഇരുമ്പ് വളയിൽ എന്താണ് പൂശുന്നത്? ചെമ്പാണ് പൂശുന്നത്. അപ്പോൾ നമ്മൾ ഈ എടുത്തിരിക്കുന്ന പിക്ചറിൽ നോക്കൂ, ഇരുമ്പ് വള എവിടെ? അയൺ ബാങ്കിൾ എവിടെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്? നെഗറ്റീവ് റോഡുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നെഗറ്റീവ് സൈഡായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ചെമ്പ് തകിട് കോപ്പർ പ്ലേറ്റ് ഏത്? പോസിറ്റീവ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അത് ഓർത്ത് വെച്ചിരിക്കുക. നമ്മൾ എന്തോന്നിലായിട്ടാണോ ചെയ്യേണ്ടത് അത് നെഗറ്റീവായിട്ടും, എന്താണോ ചെയ്യേണ്ടത് കോട്ട് ചെയ്യേണ്ടത് ഏതാണോ അത് പോസിറ്റീവിലായിട്ടും വരണം. അപ്പോൾ കോപ്പർ പ്ലേറ്റ് പോസിറ്റീവിലും അയൺ ബാങ്കിൾ എന്തോന്നാണ്? നെഗറ്റീവിലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? പിന്നെ എന്തോന്നാണ്? ഇവിടെ ഒരു സൊല്യൂഷനും കൂടെ എടുത്തിട്ടുണ്ട്. ഏതാണ്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ് എടുത്തിരിക്കുന്നത്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. അപ്പൊ ഇത് എന്തോന്നാണ്? ഇതിനകത്ത് ഒരു വൈദ്യുതി കടത്തി വിടുമ്പോഴത്തേക്ക് കടത്തിവിടുകയല്ല, വൈദ്യുതി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. വൈദ്യുതി അബ്സോർവ് ചെയ്തിട്ടാണ് എന്തോന്ന് ചെയ്യുന്നത്? കോപ്പർ പ്ലേറ്റ് അയൺ ബാങ്കിളിലോട്ട് കോട്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, നോക്കാം നമുക്ക് എങ്ങനെയെന്ന്. വിച്ച് സൊല്യൂഷൻ ഈസ് ടേക്കൺ ഇൻ ദ ബീക്കർ? ബീക്കറിൽ നമ്മൾ എടുത്ത സൊല്യൂഷൻ എന്തോന്നാണ്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ തന്നെയല്ലോ. ബീക്കറിൽ എടുത്തത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ടു വിച്ച് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ഈസ് ദ കോപ്പർ പ്ലേറ്റ് കണക്റ്റഡ്? ചെമ്പ് തകിട് ബാറ്ററിയുടെ ഏത് ടെർമിനലുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്? ഏതാണ്? ചെമ്പ് തകിട് നമുക്കിവിടെ കാണാം. കോപ്പർ പ്ലേറ്റ് ഏതുമായിട്ടാണ്? പോസിറ്റീവ് ആയിട്ടാണ് തന്നെയല്ലോ, പോസിറ്റീവ് ആയിട്ട്. വാട്ട് അബൌട്ട് ദ ബാങ്കിൾ ഏതുമായിട്ടാണ് അപ്പൊ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്? ബാങ്കിൾ നെഗറ്റീവ് ആയിട്ടാണ്. ഓക്കെ. When the circuit is switched on, do you notice the red color of copper on the iron bangle? അപ്പൊ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ വളയ്ക്ക് മുകളിൽ ചെമ്പിന്റെ ചുവപ്പ് നിറം വരുന്നതായി കാണാം. എന്താണ്? വളയ്ക്ക് മുകളിൽ ചെമ്പിന്റെ ഒരു ചുവപ്പ് നിറം വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. Which metal plate should be connected to the positive terminal of the battery of silver is to be coated instead of copper? അപ്പൊ ഇതെന്തോന്നാണ്? നമ്മളിപ്പം വൈദ്യുതി കടത്തി വിട്ടപ്പോഴത്തേക്ക് കോപ്പർ പ്ലേറ്റിൽ നിന്ന് എന്തോന്നാ? കോപ്പർ പ്ലേറ്റ് നേരെ ഏതിലോട്ടാണ് കോട്ട് ചെയ്തത്? അയൺ ബാങ്കിളിലോട്ട് കോട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെയെങ്കിൽ അടുത്ത് ചെമ്പിന് പകരം വെള്ളിയാണ് പൂശുന്നതെങ്കിൽ
ഏത് ലോഹത്തകിടാണ് പോസിറ്റീവ് ടെർമിനലായിട്ട് ഉപയോഗിക്കുന്നത്? ചെമ്പിന് വരെ ഇപ്പൊ നമുക്ക് വെള്ളി, ഇവിടെ ഈ കോപ്പർ പ്ലേറ്റിന് വരെ നമ്മൾ സിൽവർ ആണ് കൊടുക്കുന്നതെങ്കിൽ ഏതായിരിക്കും? സിൽവർ ആയിരിക്കും അല്ലേ? സിൽവർ ആണ് നമ്മളിപ്പോൾ കൊടുക്കുന്നതെങ്കിൽ ഏതായിരിക്കും? പോസിറ്റീവ് ടെർമിനലിൽ കൊടുക്കേണ്ടത് സിൽവർ ആയിരിക്കും. ദ മെറ്റൽ ടു ബി കോട്ടഡ് മസ്റ്റ് ബി കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. പൂശേണ്ട ലോഹത്തിന്റെ തകിടാണ് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്താണ്? ദ മെറ്റൽ ടു ബി കോട്ടഡ് മസ്റ്റ് ബി കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. നമ്മൾ എന്താണോ പൂശാനുള്ളത് അത് പോസിറ്റീവ് ടെർമിനലായിട്ടും, ദ സൊല്യൂഷൻ ഓഫ് ദ സാൾട്ട് ഓഫ് ദ സെയിം മെറ്റൽ ഡിസോൾവ്സ് ഇൻ ദ വാട്ടർ ഷുഡ് ബി ആൾസോ യൂസ്ഡ്. അതേ ലോഹത്തിന്റെ ഒരു ലവണം ജലത്തിൽ ലയിപ്പിച്ച ലായനിയും ഉപയോഗിക്കണം. അപ്പൊ പിന്നെ നമ്മളിപ്പോൾ സിൽവർ കോട്ട് ചെയ്യണമെങ്കിൽ അതിന്റെ ഒരു സൊല്യൂഷൻ ലായനി ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ കോപ്പറാണ് നമ്മൾ കോട്ട് ചെയ്തതുകൊണ്ട് നമ്മൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ് ഉപയോഗിച്ചത്. അതേ കണക്ക് സിൽവർ ആണ് കോട്ട് ചെയ്യണമെങ്കിൽ സിൽവറുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിന്റെ ഒരു ലായനി ആയിരിക്കണം നമ്മൾ ലായനിയായിട്ട് ഉപയോഗിക്കേണ്ടത്. Okay. If silver is to be coated on iron bangle, silver plate is to be connected the positive terminal of the battery and mixture of silver cyanide and sodium cyanide ആണ് കോട്ട് ചെയ്യേണ്ടെങ്കിൽ സിൽവർ സയനൈഡും സോഡിയം സയനൈഡും. ഏതൊക്കെ? സിൽവർ സയനൈഡ്, സോഡിയം സയനൈഡ് ആണ് ഉപയോഗിക്കുന്നത്. ഏത് സൊല്യൂഷനായിട്ട്? ലായനിയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ സിൽവർ ഏത് സൈഡിൽ വരും? പോസിറ്റീവ് ടെർമിനലായിട്ട് വരും. അപ്പൊ ഏതിലോട്ടാണോ കോട്ട് ചെയ്യേണ്ടത് അത് നെഗറ്റീവ് ടെർമിനലായിട്ടും വരും. പിന്നെ എടുക്കുന്ന മിക്സ്ചർ എന്ന് പറയുന്നത് ഏതാണോ നമ്മൾ കോട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് അതിന്റെ തന്നെ ഒരു സൊല്യൂഷൻ ആയിരിക്കണം എടുക്കേണ്ടത്. ഇഫ് ദ ഗോൾഡ് ടു ബി കോട്ടഡ്, ഗോൾഡ് ആണ് ഇപ്പൊ നമ്മൾ കോട്ട് ചെയ്യേണ്ടതെങ്കിൽ ഗോൾഡ് പ്ലേറ്റ് ഈസ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ്. ഗോൾഡ് പ്ലേറ്റ് ഏതുമായിട്ട്? പോസിറ്റീവ് ആയിട്ട് കണക്ട് ചെയ്യണം. പിന്നെ എന്തോന്നാണ്? ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യണം. മിക്സ്ചർ ഓഫ് ഗോൾഡ് ഏത് സൊല്യൂഷൻ ആയിരിക്കും എടുക്കേണ്ടത്? ഗോൾഡ് സയനൈഡ് ആൻഡ് സോഡിയം സയനൈഡ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സൊല്യൂഷനുമായിട്ടാണ് എടുക്കേണ്ടത്. മനസ്സിലായ? ഇപ്പൊ സിൽവർ ആണെങ്കിൽ എടുക്കുന്നതെങ്കിൽ സിൽവർ ഏത് പോസിറ്റീവ് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യണം. മിക്സർ എന്ന് പറയുന്നത് ആ സിൽവറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മിക്സർ ആയിരിക്കണം. ഇപ്പൊ ഗോൾഡ് ആണ് കോട്ട് ചെയ്യുന്നതെങ്കിൽ ഗോൾഡ് പോസിറ്റീവ് സൈഡില് ടെർമിനലായിട്ട് കണക്കാക്കി എടുക്കുകയും ചെയ്യണം. അതിന്റെ തന്നെ ഒരു സൊല്യൂഷനും എടുക്കണം. ഓക്കെ, ക്ലിയർ ആയോ? Coating a metal with another metal using electricity is known as electroplating. അപ്പോൾ വാട്ട് ഈസ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് ചോദിച്ചാൽ എന്തോന്നാണ്? വൈദ്യുതി ഉപയോഗിച്ച് ലോഹ വസ്തുക്കൾക്ക് മുകളിൽ മറ്റു ലോഹങ്ങളുടെ ആവരണം ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് വൈദ്യുത ലേപനം എന്ന് പറയുന്നത്. എന്താണ് ചെയ്യുന്നത്? ഇതില് വൈദ്യുതി എന്തോന്ന്? ഇലക്ട്രിസിറ്റി അബ്സോർവ് ചെയ്തിട്ടാണ് ഒരു പ്രവർത്തനം നടക്കുന്നത്. കോട്ടിംഗ് എ മെറ്റൽ വിത്ത് അനദർ മെറ്റൽ യൂസിങ് ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടെ വൈദ്യുതി ഉപയോഗിച്ച് ലോഹവസ്തുക്കൾക്ക് മുകളിൽ മറ്റു ലോഹങ്ങളുടെ ആവരണം ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് വൈദ്യുത ലേപനം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഈ ഒരു എക്സ്പെരിമെന്റ് എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവും. അത് പഠിച്ചു വച്ചിരിക്കുക. അത് ഏതാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അയൺ ബാങ്കിളിൽ ഗോൾഡ് പൂശാനായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വരയ്ക്കാനും അതുപോലെ എഴുതാനും പോസിറ്റീവ് ടെർമിനലിൽ ഏതാണ് വരുന്നത്, നെഗറ്റീവ് ടെർമിനലിൽ ഏതാണ് വരുന്നത് എന്നുള്ളത് വരച്ച് എഴുതാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഈ 3 കാര്യം പഠിച്ചിരിക്കണം. എന്തോന്നാണ്? ഇതിലൊന്ന് അയൺ ബാങ്കിളിൽ കോപ്പർ കോട്ട് ചെയ്യണത്, പിന്നെ നമ്മൾ എന്തോന്ന് പറഞ്ഞു? സിൽവർ കോട്ടഡ് ടു ബാങ്കിൾ, സിൽവർ കോട്ട് ചെയ്യുന്നതും പറഞ്ഞു, പിന്നെ ഗോൾഡ് കോട്ടിങ് പറഞ്ഞു. അത് 3 കാര്യം പഠിച്ചിരിക്കുക. ഓക്കെ, ബാറ്ററി മെയ്ഡ് ഓഫ് ലെമൺസ്. ചെറുനാരങ്ങ കൊണ്ടൊരു ബാറ്ററി. നോക്ക്, ഇവിടെ തന്നിരിക്കുന്ന ഒരു പിക്ചർ കണ്ടോ? ചെറുനാരങ്ങ എത്ര എണ്ണം കൊടുത്തിരിക്കുന്നത് നോക്കുക. ചിത്രത്തിൽ കാണുന്നത് പോലെ ചെറുനാരങ്ങകളിൽ സിങ്ക്, കോപ്പർ അണികൾ ക്രമീകരിച്ച് അവയെ ചെമ്പ് കമ്പികൾ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുക. സിങ്കിന്റെയും കോപ്പറിന്റെയും നെയിൽസ്. അറേഞ്ച് സിങ്ക് ആൻഡ് കോപ്പർ നെയിൽസ് ഓൺ ലെമൺസ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഇതിൽ കൊടുത്തിരിക്കും പോലെ ഒന്നില് സിങ്കിന്റെയും ഒന്നില് കോപ്പർ ആണി കൊടുത്തിട്ട് അതിനെ ഏതുമായിട്ട് കണക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ചെമ്പ് കമ്പികൾ ഉപയോഗിച്ച് ബന്ധിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ചെമ്പ് കമ്പികൾ ഉപയോഗിച്ചാണ് എന്തോന്നാണ്? കണക്ട് ദ കോപ്പർ വയറുമായിട്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് ഇതിനെ എന്തോന്നാണ്? ഒരു LED ബൾബുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ എന്ത് സംഭവിക്കും? ഈ LED ബൾബ് പ്രകാശിക്കും.
തന്നല്ലോ. അപ്പൊ ഇവിടെ എന്താണ് ഉണ്ടാകുന്നത്? ഒരു ഇലക്ട്രിക്കൽ എനർജിയാണ് ഉണ്ടാകുന്നത്. വിച്ച് എനർജി ഹാസ് ക്വസ്ഡ് ദ LED ഗ്ലോ? LED ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജി ഏതാണ്? ഇലക്ട്രിക്കൽ എനർജി, വൈദ്യോർജ്ജമാണ് അവിടെ ഉണ്ടാകുന്നത്. വിച്ച് ഈസ് ദ സോഴ്സസ് ഓഫ് ദിസ് ഇലക്ട്രിക്കൽ എനർജി? ഈ ഇലക്ട്രിക്കൽ എനർജിയുടെ സോഴ്സ് എവിടെ നിന്നാണ് കിട്ടുന്നത്? അതൊരു കെമിക്കൽ രാസപ്രവർത്തനം നടക്കുമ്പോഴത്തേക്കാണ് ഇതിന്റെ എനർജി ഉണ്ടാകുന്നത്. ഹിയർ ദ ആസിഡ് ഇൻ ദ ലെമൺസ് റിയാക്ട് വിത്ത് മെറ്റൽ ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. ഇതിലെ ആസിഡ് ഏതുമായിട്ട്? മെറ്റൽസും ആയിട്ട് റിയാക്ട് ചെയ്താണ് ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നത്. മനസ്സിലായ? ഈ ഇതിലെ ലെമണിലെ ആസിഡ് മെറ്റൽസും റിയാക്ട് ചെയ്ത് അവിടെ എന്തോന്നുണ്ടാകുന്നു? വൈദ്യുതി ഉണ്ടാകുന്നു. അപ്പോൾ ചെറുനാരങ്ങയിലെ ആസിഡും ലോഹവുമായി പ്രവർത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. If electrical energy is absorbed or produced during a chemical reaction, it is known as electrochemical reaction. നമ്മളിപ്പോൾ ഇത്രയും പഠിച്ചത് എന്തോന്നാണ്? ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ ആണ് പഠിച്ചത്. അതിലെന്തോന്നാണ്? ഒരു ഇലക്ട്രിക്കൽ എനർജി ഒന്നുകിൽ അബ്സോർവ് ചെയ്യും അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയുള്ള കെമിക്കൽ റിയാക്ഷൻ ആണ് ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇഫ് ഇലക്ട്രിക്കൽ എനർജി ഈസ് അബ്സോർബ്ഡ് ഓർ പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ ഈസ് നോൺ ആസ് ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ. രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുകയോ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് വൈദ്യുത രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഡിഫറെന്റ് ഫോംസ് ഓഫ് എനർജി ആർ അബ്സോർബ്ഡ് ഓർ ലിബറേറ്റ് ഇൻ എവരി കെമിക്കൽ റിയാക്ഷൻ. ഇതുവരെ നമ്മൾ പഠിച്ച എല്ലാ റിയാക്ഷനിലും ഒന്നുകിൽ എനർജി ഇതിൽ കെമിക്കൽ റിയാക്ഷനിൽ എനർജി അബ്സോർവ് ചെയ്യുകയോ ലിബറേറ്റ് ചെയ്യുകയോ ചെയ്യാണ് ചെയ്യുന്നത്. റിയാക്ഷൻസ് ആർ നോൺ ബൈ ദ മേജർ ഫോം ഓഫ് എനർജി ഇൻവോൾവ് ഇൻ ദാറ്റ് റിയാക്ഷൻ. ഓരോ രാസപ്രവർത്തനം നടക്കുമ്പോഴും പലതരത്തിലുള്ള ഊർജ രൂപങ്ങൾ ആഗിരണം ചെയ്യപ്പെടുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നുണ്ട്. ഇത്തരം പ്രധാനപ്പെട്ട ഊർജ രൂപങ്ങളുമായി ബന്ധപ്പെട്ടാണ് ആ രാസപ്രവർത്തനം അറിയപ്പെടുന്നത്. നമ്മളിപ്പോ പഠിച്ചതിൽ എല്ലാത്തിലും അങ്ങനെ തന്നെ. ഒന്നിലെ ഹീറ്റ് എനർജി അബ്സോർവ് ചെയ്യുക, ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യുന്നത്, പിന്നെ അത് കണക്ക് ലൈറ്റ് എനർജി അബ്സോർവ് ചെയ്യുന്നത്, ലൈറ്റ് എനർജി ലിബറേറ്റ് ചെയ്യുന്നത്. അതുപോലെ നമ്മളിപ്പോ പഠിച്ചത് ഏതൊക്കെയാണ്? വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുന്നതും വൈദ്യുതോർജ്ജം പുറത്തുവിടുന്നതും. അങ്ങനെയുള്ള ഏത് പ്രവർത്തനം എടുത്താലും ഈ ഒരു രീതിയിലാണ് ഒന്നുകിൽ അബ്സോർവ് ചെയ്യുക അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയ? അപ്പൊ ഇതില് വൈദ്യുത രാസപ്രവർത്തനങ്ങൾ ഓർ ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ഇഫ് ഇലക്ട്രിക്കൽ എനർജി ഈസ് അബ്സോർബ്ഡ് ഓർ പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ, ഇറ്റ് ഈസ് നോൺ ആസ് ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ. അടുത്ത കുറച്ച് കെമിക്കൽ റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് തന്നിരിക്കുന്നത്. അതില് മേജർ എനർജി ചേഞ്ചസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബേണിംഗ് ഓഫ് സബ്സ്റ്റൻസ് എന്താണ് ചെയ്യുന്നത്? പദാർത്ഥങ്ങളുടെ ജ്വലനം, കത്തുന്നത് എന്തോന്നാണ്? താപം പുറത്തുവിടുകയാണ് ചെയ്യുന്നത്. ലിബറേറ്റ്സ് ഹീറ്റ്. ഡീകമ്പോസിഷൻ ഓഫ് സബ്സ്റ്റൻസ് ഓഫ് ഹീറ്റിംഗ് എന്താണ് ചെയ്യുന്നത്? അബ്സോർബ് ഹീറ്റ്. പദാർത്ഥങ്ങളുടെ ചൂടേറ്റുള്ള വിഘടനം എന്ന് പറയുന്നത് താപം ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത് ബയോലൂമിനസെൻസ്, അത് ജൈവദീപ്തി, അതായത് നമ്മൾ മിന്നാമിനിങ്ങിന്റെ കാര്യം പറഞ്ഞു, അത് ലിബറേറ്റ്സ് ലൈറ്റ് പ്രകാശം പുറത്തുവിടുകയാണ് ചെയ്യുന്നത്. സെൽ മെയ്ഡപ്പ് ഓഫ് ലെമൺ ലിബറേറ്റ്സ് ഇലക്ട്രിക്കൽ എനർജി. ചെറുനാരങ്ങ കൊണ്ടുള്ള സെല്ല് നമ്മളിപ്പം പഠിച്ചു, വൈദ്യുതി പുറത്തുവിടുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രോളിസിസ് ഓഫ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ അബ്സോർബ് ഇലക്ട്രിക്കൽ എനർജി. സോഡിയം ക്ലോറൈഡ് ലായനിയുടെ വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത് എന്തോന്നാണ്? വൈദ്യുതി ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലായ? പദാർത്ഥങ്ങളുടെ ജ്വലനം താപം പുറത്തുവിടുന്നു, പദാർത്ഥങ്ങളോട് ചൂടേറ്റുള്ള വിഘടനം താപം ആഗിരണം ചെയ്യുന്നു, പിന്നെ മിന്നാമിന്നി പ്രകാശിക്കുന്നത് പ്രകാശം പുറത്തുവിടുകയാണ് ചെയ്യുന്നത്. ചെറുനാരങ്ങ കൊണ്ടുള്ള സെൽ എന്ന് പറയുന്നത് വൈദ്യുതി പുറത്തുവിടുന്നു. സോഡിയം ക്ലോറൈഡ് ലായനിയുടെ വൈദ്യുത വിശ്ലേഷണം എന്ന് പറഞ്ഞാൽ വൈദ്യുതി ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. ഇത്രയും തന്നെ ഉള്ളൂ. പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായില്ല. ഓരോന്നിലും ഒന്നുകിൽ അബ്സോർവ് ചെയ്യുക അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുക. ഹീറ്റ് ആണെങ്കിൽ അബ്സോർവ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ലിബറേറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങളും പഠിച്ചു. ലൈറ്റ് അബ്സോർവ് ചെയ്യുന്ന പ്രവർത്തനങ്ങളും ലിബറേറ്റ് ചെയ്യുന്ന പ്രവർത്തനവും പഠിച്ചു നമ്മൾ. അതേ കണക്ക് ഇലക്ട്രിക്കൽ എനർജി അബ്സോർവ് ചെയ്യുന്നതും ലിബറേറ്റ് ചെയ്യുന്നതും നമ്മൾ പഠിച്ചു. ഓക്കെ, വൈദ്യുതി പുറത്തുവിടുന്നതും വൈദ്യുതി
ആഗിരണം ചെയ്യുന്നത്. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ലേറ്റസ്റ്റ് നോട്ട്സുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, താങ്ക് യു.